പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ അതിജീവനത്തിന്റെ ചുവടുകളുമായി വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ. കൽവിളക്കിൽ തിരി തെളിയിച്ച് മുഖ്യമന്ത്രി. മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ട നന്മ കലയിലൂടെ വീണ്ടെടുക്കാമെന്ന് പിണറായി വിജയൻ. കുട്ടികളിലെ കലാപരമായ ശേഷികളെ മാത്രമല്ല, അവരിലെ നന്മകളെ കൂടി പ്രകാശിപ്പിച്ചെടുക്കാൻ കഴിയണം. മനുഷ്യരാശിക്ക് നഷ്ടപ്പെടുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാവും. സാമുദായിക യോഗങ്ങളിൽ മത്സരിച്ച് പങ്കെടുത്ത വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും. സമുദായങ്ങളോട് നല്ല ബന്ധം പുലർത്തണമെന്ന നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് നേതാക്കൾ. കോൺഗ്രസുകാരെ തോൽപ്പിക്കുന്നത് കോൺഗ്രസുകാർ തന്നെയെന്ന് മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ. ഒരു കാര്യം മാത്രം സാർ വന്നുകൊണ്ട് പറയാം, കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എല്ലാവരും ചേർന്നാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നുവെങ്കിൽ അത് കോൺഗ്രസുകാർ മാത്രമാണ്. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് പദത്തിൽ നിന്ന് കെ. സുരേന്ദ്രനെ മാറ്റുമെന്ന അഭ്യൂഹം. ആവശ്യം ശക്തമാക്കിയ എതിർവിഭാഗം. രാജീവ് ചന്ദ്രശേഖർ, ശോഭ സുരേന്ദ്രൻ, എം.ടി. രമേശ് എന്നീ പേരുകൾ പരിഗണനയിൽ. ചൈനയിൽ വീണ്ടും മാരക വൈറസ് വ്യാപിക്കുന്നതായി അഭ്യൂഹങ്ങൾ. സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ്. ഗർഭിണികളും പ്രായമായവരും മാസ്ക് ധരിക്കുന്നതാണ് നല്ലതെന്ന് മന്ത്രി വീണ ജോർജ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ GCDA പിന്തുണയ്ക്കാതെ കൊച്ചി മേയർ. സംഘാടനത്തിൽ വീഴ്ചയുണ്ടായെന്ന് M. അനിൽകുമാർ. GCDA യോഗത്തിലേക്ക് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണപുരം രജിത് കൊലക്കേസിൽ എല്ലാ പ്രതികളും കുറ്റക്കാർ. ശിക്ഷാവിധി ചൊവ്വാഴ്ച. വിധി പറഞ്ഞത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. 9 പ്രതികളും RSS BJP പ്രവർത്തകർ. മുനമ്പത്ത് ആദ്യമായി എത്തി ജുഡീഷ്യൽ കമ്മീഷൻ. വഖഫ് ബോർഡിന്റെ ഭാഗം കൂടി കേട്ട ശേഷം ഹിയറിംഗ് തുടങ്ങുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. റിലേ നിരാഹാര സമരം 84ാം ദിവസത്തിൽ. നാളെ അതിരൂപതകളുടെ നേതൃത്വത്തിൽ മനുഷ്യചങ്ങല. സിഡ്നി ടെസ്റ്റിലെ 2ാം ഇന്നിംഗ്സിലും ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. 6 വിക്കറ്റുകൾ നഷ്ടം. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 4 റൺസ് ലീഡ്. വിരമിക്കൽ അഭ്യൂഹങ്ങൾ തള്ളി രോഹിത് ശർമ്മ. അനന്തപുരിയിൽ അരങ്ങുണർന്നു. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. ഉദ്ഘാടന വേദിയിലെ ആദ്യത്തെ പ്രകടനം പക്ഷേ കാഴ്ചക്കാരുടെ കണ്ണ് നനയ്ക്കുന്നതായിരുന്നു. ഉരുൾപൊട്ടലിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ കുട്ടികൾ അവതരിപ്പിച്ച സംഘനൃത്തം. വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അവരുടെ ദുരന്ത കഥ തന്നെ വേദിയിൽ അവതരിപ്പിച്ചു. ഈ ചുവടുകൾ പ്രതീക്ഷയുടേതാണ്, അതിജീവനമാണ്, കുഞ്ഞു മനസ്സുകളുടെ കരുത്താണ്. നേരിട്ട മഹാദുരന്തത്തിന്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ നൃത്തത്തിന്റെ ഇതിവൃത്തം.
കാഴ്ച ഹൃദയത്തിൽ രക്തം കിനിക്കുന്നതായി, നൊമ്പരമായി, കണ്ണുകളിൽ ഉരുൾപൊട്ടലായി. പ്രാണരക്ഷാർത്ഥമോടി മഴയിൽ തളർന്നു വീണവരെ കാരുണ്യത്തോടെ നോക്കിയ കാട്ടുകൊമ്പനും വേദിയിൽ സ്നേഹത്തിന്റെ പ്രതീകം. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതിയ സംഘനൃത്തത്തോടെയായിരുന്നു 63-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തുടക്കം. കൽവിളക്കിൽ തിരി തെളിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരാശിക്ക് നഷ്ടമാവുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ കാലം അവസാനിക്കുന്നതോടെ കല അവസാനിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഇത് ഗൗരവമായി തന്നെ ചർച്ച ചെയ്യണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളിലെ കലാപരമായ ശേഷികളെ മാത്രമല്ല, അവരിലെ നന്മകളെ കൂടി പ്രകാശിപ്പിച്ചെടുക്കാൻ കഴിയണം. മനുഷ്യരാശിക്ക് നഷ്ടപ്പെടുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാവും. സ്കൂൾ വിദ്യാഭ്യാസകാലം കഴിയുന്നതോടെ കലാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗവും ഉണ്ട്. ഈ വിഷയം ഗൗരവമായി കലാകേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, വിജയമല്ല പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ആരോഗ്യകരമായ മത്സരമാണ് അങ്ങനെ ഇവിടെ നടത്തേണ്ടത്. ഇത് കലാധ്യാപകരുടെ മത്സരമല്ല, രക്ഷകർത്താക്കളുടെ മത്സരമല്ല, നമ്മുടെ കുട്ടികളുടെ മത്സരമാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മന്ത്രിമാരായ GR അനിൽ, കെ രാജൻ, AK ശശീന്ദ്രൻ, വീണ ജോർജ്, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തി കലോത്സവത്തിന് തുടക്കം കുറിച്ചു. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. ഇനി ഇന്നത്തെ മറ്റു വാർത്തകൾ നോക്കാം. മത്സരിച്ച് മതസാമുദായിക യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള ശക്തി സമാഹരിക്കലാണ് ഇതിനു പിന്നിലെന്നാണ് വിലയിരുത്തൽ. സമുദായ പരിപാടികൾ പങ്കെടുക്കുന്നതിനെ മറ്റൊന്നുമായും കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരുപോലെ പറയുന്നത്. അത് കോൺഗ്രസിനുള്ള അംഗീകാരമാണെന്നാണ് ഇരുവരുടെയും വാദം. എല്ലാ സമുദായങ്ങളുമായും എല്ലാ സമുദായ നേതാക്കന്മാരുമായിട്ടും എനിക്ക് നല്ല ബന്ധമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച ഇപ്പോൾ പ്രിമച്വറാണ്. ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല.
അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. പാർട്ടി ഹൈക്കമാൻഡും മറ്റു കാര്യങ്ങളും ഉണ്ട്. അവരാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പോഴും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ഹൈക്കമാൻഡാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ചെന്നിത്തല. മന്നം ജയന്തി പൊതുസമ്മേളന ഉദ്ഘാടനത്തിന് പിന്നാലെ മലപ്പുറം പട്ടിക്കാട് ജാമിയ നൂരിയയുടെ 60ാം വാർഷിക സമ്മേളനത്തിൽ ചെന്നിത്തല ഇന്ന് പങ്കെടുക്കും. മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് ജാമിയ നൂരിയ എന്നതാണ് ഇതിലെ രാഷ്ട്രീയ കൗതുകം. എന്നാൽ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ലെന്നാണ് ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. മൊത്തത്തില് ഞങ്ങളെ എല്ലാവർക്കും വേണ്ടി ഒരു കാലാണ് വരാൻ പോണേ. സമുദായ നേതാക്കന്മാരോട് നല്ല ബന്ധം സ്ഥാപിക്കാനാണ് എല്ലാ നേതാക്കന്മാരോടും പറഞ്ഞിട്ടുള്ളതെന്നായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. ഒപ്പം തന്നെ മർത്തോമ സഭയും ഓർത്തഡോക്സ് സഭയും ക്ഷണിച്ചതും സതീശൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ ഞാനിവിടെ റാന്നി വരെ വന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി. മാർത്തോമ ഒരു ദേവാലയത്തിൻ്റെ, മാർത്തോമ സഭയുടെ കീഴിലുള്ളൊരു ദേവാലയത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന സമ്മേളനമാണ്. ഞാനത് വലിയ പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഇപ്പം നാളെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന ദിനമാണ്. മുഖ്യാതിഥിയായിട്ട് പുതുപ്പള്ളി പള്ളിയിലേക്ക് എന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല NSSന്റെ പരിപാടിക്ക് ക്ഷണിച്ചു. നേതാക്കളുടെ ഈ പരസ്യ മത്സരത്തോട് വിയോജിക്കുന്നവരും മത്സരിച്ചാണെങ്കിലും പരമാവധി സാമുദായിക നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുന്നത് കോൺഗ്രസിന് നേട്ടമാകുമെന്ന് കരുതുന്നവരും പാർട്ടിയിലുണ്ട്. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസുകാരെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരനോട് ബസേലിയോസ് മാർ ക്ലിമ്മീസ് കാതോലിക്ക ബാവ. നാമഹേതു തിരുനാളിനോടനുബന്ധിച്ച് ആശംസ അറിയിക്കാൻ എത്തിയപ്പോഴാണ് കർദിനാളിന്റെ പരാമർശം. ഒരു കാര്യം മാത്രം സാർ വന്നുകൊണ്ട് പറയാം. കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എല്ലാവരും ചേർന്നാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നു എങ്കിൽ അത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. അതാണ് അതിൻ്റെ പരമാർത്ഥം എന്നുള്ളത് ഞാൻ ഈ പള്ളിയിൽ വെച്ച് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി പറയും. BJP സംസ്ഥാന അധ്യക്ഷൻ ആരാകും എന്നതിൽ ചൂടുപിടിച്ച ചർച്ചയും അനിശ്ചിതത്വവും. K. സുരേന്ദ്രൻ ഒഴിയുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. സുരേന്ദ്രൻ തൽസ്ഥാനത്ത് തുടരുന്നതിനെ കൃഷ്ണദാസ് വിഭാഗം അതിശക്തമായി എതിർക്കുകയാണ്. K. സുരേന്ദ്രൻ തുടരും. ശോഭാ സുരേന്ദ്രൻ, MD രമേശ്, രാജീവ് ചന്ദ്രശേഖർ ഇവരിൽ ഒരാൾ പ്രസിഡന്റാകും. ഈ സാധ്യതകളാണ് നിലവിൽ. സുരേന്ദ്രൻ മാറിയാൽ ശോഭയുടെ പേരിനാണ് നിലവിൽ മേൽക്കൈ. സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വോട്ട് വിഹിതം കൂടി. തൃശൂരിൽ ജയിച്ചു. സുരേന്ദ്രന് അനുകൂലമായ ഘടകങ്ങൾ പലതുണ്ട്. എന്നാൽ സുരേന്ദ്രനെ മാറ്റിയേ മതിയാകൂ എന്ന ഉറച്ച നിലപാടിലാണ് കൃഷ്ണദാസ് വിഭാഗം. സുരേന്ദ്രൻ തുടർന്നേക്കുമെന്ന സൂചന ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്ര നിരീക്ഷകൻ വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിൽ നിന്ന് കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ ഇറങ്ങിപ്പോയിരുന്നു. BJP ലക്ഷ്യമിടുന്ന സാമുദായിക സമവാക്യം പരിഗണിച്ചാൽ ശോഭാ സുരേന്ദ്രനാണ് സാധ്യത. എന്നാൽ ശോഭയ്ക്ക് എതിരാണ് വലിയൊരു വിഭാഗം നേതാക്കൾ. അങ്ങനെ വന്നാൽ MD രമേശ്, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. മണ്ഡലം പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ്. സംസ്ഥാന വരണാധികാരി നാരായണൻ നമ്പൂതിരിയെ കൊല്ലത്ത് നേതാക്കൾ തടഞ്ഞുവെക്കുകയും വരണാധികാരിക്കെതിരെ കൃഷ്ണദാസ് വിഭാഗം പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു എന്നാണ് ആരോപണം. 2019 മുതൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന JP നദ്ദയ്ക്ക് പകരം ഫെബ്രുവരിയിൽ പുതിയ അധ്യക്ഷൻ വരും. അതിനു മുൻപ് എല്ലാ സംസ്ഥാനങ്ങളിലും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കും. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. ചൈനയിലെ വൈറസ് വ്യാപനത്തെ കരുതലോടെ നിരീക്ഷിക്കുന്നുവെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ്. നിലവിൽ ആശങ്കപ്പെടാനില്ലെങ്കിലും ശ്വാസകോശ അണുബാധകളുടെ കാര്യത്തിൽ പൊതുവായ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും നിർദ്ദേശിച്ചു. ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ HMPV വൈറസ് പടർന്നു പിടിക്കുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജും നിലവിലെ സ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്ന് അറിയിച്ചത്. ഇന്ത്യയിൽ ഡിസംബർ മാസത്തിൽ ശ്വാസകോശ രോഗബാധിതരുടെ എണ്ണത്തിൽ അസാധാരണമായ വർധനയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതിനാൽ തന്നെ വൈറസ് ഇന്ത്യയിലെത്തിയതായുള്ള സൂചനകളുമില്ല. പ്രവാസികൾ കൂടുതൽ വന്നുപോകുന്ന സാഹചര്യത്തിലാണ് കേരളം കൂടുതൽ ജാഗ്രതയോടെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. HMPVക്കെതിരെ പ്രത്യേകമായ ആന്റിവൈറൽ മരുന്നുകൾ ലഭ്യമല്ലാത്തതിനാൽ ശ്വാസകോശ രോഗങ്ങൾക്കെതിരെ പൊതുവായ മുൻകരുതൽ സ്വീകരിക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സാധാരണഗതിയിൽ ചുമയും ശ്വാസതടസ്സവും പനിയുമാണ് HMPV വൈറസ് ബാധയെ തുടർന്ന് ഉണ്ടാവുന്നതെങ്കിലും ഗുരുതരമായാൽ ന്യൂമോണിയയും ബ്രോങ്കൈറ്റിസുമായി മാറിയേക്കാം. ഈ സാഹചര്യത്തിൽ കുട്ടികളും പ്രായമായവരും ഗർഭിണികളും രോഗപ്രതിരോധശേഷി കുറഞ്ഞവരും മാസ്ക് ധരിക്കുന്നതാണ് നല്ലതെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. HMPVക്കൊപ്പം ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് വൈറസും ഇൻഫ്ലുവൻസ വൈറസും ചൈനയിൽ പടർന്നു പിടിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ.
രോഗികളെ കൊണ്ട് നിറഞ്ഞ ആശുപത്രികളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു. രോഗം ബാധിച്ച് നിരവധി ആളുകൾ മരിക്കുന്നതായും ശ്മശാനങ്ങൾ നിറഞ്ഞതായുമുള്ള റിപ്പോർട്ടുകളും വന്നു. അതേസമയം ഈ വാർത്തകളൊന്നും ചൈനീസ് അധികൃതരോ ലോകാരോഗ്യ സംഘടനയോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സന്ദർശനം നടത്തി. തർക്കസ്ഥലത്തെ ഇരകളുമായി അദ്ദേഹം സംസാരിച്ചു. സബ് കളക്ടർ മീര, പള്ളിപ്പുറം, കുഴുപ്പള്ളി വില്ലേജ് ഓഫീസർമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ തുടങ്ങിയവരും സംഘത്തിലുണ്ട്. മുനമ്പം ഭൂപ്രശ്നത്തിൽ വഖഫ് ബോർഡിന്റെ ഭാഗം കേട്ട ശേഷം ഹിയറിംഗ് തുടങ്ങുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. വഖഫ് ബോർഡിന്റെ മറുപടി കൂടി ലഭിച്ചതിന് ശേഷമാകും ഹിയറിംഗ്. ജനുവരി 10 ശേഷം കളക്ടറേറ്റിൽ ഹിയറിംഗ് നടക്കും. റിപ്പോർട്ട് സർക്കാരിന് അടുത്ത മാസം നൽകുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഹിയറിങ്ങിനായിട്ട് കളക്ടറേറ്റ് വയ്ക്കും. ഇവരുടെ അസോസിയേഷനുണ്ട്, അതുപോലെ എല്ലാ സംഘടനകളെയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കേൾക്കും. അവിടെ വരുന്നവരെ എല്ലാം കേൾക്കും. റിപ്പോർട്ട് ഫെബ്രുവരി അവസാനം കൊടുക്കുന്ന ഗവൺമെൻറ് പറഞ്ഞേക്കണേ. അത് കൊടുക്കാൻ ഒക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വഖഫ് ഫറൂഖ് കോളേജിനെയും പിന്നെ ഈ ഇവിടുത്തെ താമസക്കാരെ എല്ലാം കേൾക്കും. ഇനി പ്രധാനമായിട്ട് തരാനുള്ളത് വഖഫ് ബോർഡാണ്. പോക്കുവരവ് ആധാരമുള്ളവരുടെ വസ്തുവെല്ലാം പോക്കുവരവ് നടത്തും. പക്ഷേ അത് കോടതി കേസ് നടക്കുന്നതുകൊണ്ട് തൽക്കാലം എല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞുകൊണ്ടാണ് കരം മേടിക്കാത്തതും പോക്കുവരവ് നടത്താത്തതും. നൃത്ത പരിപാടിക്കായി മൃദംഗവിഷ്ണു കലൂർ സ്റ്റേഡിയം അനുവദിച്ചതിനെ ചൊല്ലി കോർപ്പറേഷൻ GCDA ഭിന്നതയെന്ന് സൂചന. സ്റ്റേഡിയം അനുവദിച്ചതിൽ വീഴ്ച പറ്റിയോ എന്ന് GCDA ഭരണസമിതി പരിശോധിക്കുമെന്ന് കൊച്ചി കോർപ്പറേഷൻ ചെയർമാൻ അനിൽകുമാർ വ്യക്തമാക്കി. ഇതിനിടെ മൃദംഗവിഷ്ണു ന്യായീകരിച്ച് GCDA ചെയർമാൻ രംഗത്തെത്തി. GCDA എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി പ്രതിഷേധിച്ചു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ നടത്തിയ ഡാൻസ് പരിപാടിക്ക് അനുമതി നൽകിയ GCDAക്ക് വീഴ്ച പറ്റിയെന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറിയത്. GCDA ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാവിയിലും ഇത്തരം പരിപാടികൾക്ക് സ്റ്റേഡിയം വിട്ടു നൽകാനാണ് തീരുമാനമെന്ന് GCDA ചെയർമാൻ. എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ നിർദ്ദേശം താൻ കണ്ടിട്ടില്ല. സ്റ്റേഡിയത്തിന്റെ വാടക നിശ്ചയിച്ചത് ചർച്ച ചെയ്ത ശേഷമാണ്. മൃദംഗവിഷൻ തട്ടിപ്പുകാരാണെന്ന് താൻ കരുതുന്നില്ലെന്നും ചന്ദ്രൻ പിള്ള. ഇവിടെ ആരെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മുടെ പറയേണ്ടതോ ഈ ഗ്രൗണ്ടൊക്കെ ചോദിക്കാൻ വന്നാൽ കഴിയുന്നത് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കും. ഇതൊരു നഗരമാണ്. അന്ന് തന്നെ ഈ പരിപാടിക്ക് ഈ സംഭവം ഒഴിച്ചാൽ അതിനകത്ത് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. കാരണം എല്ലാ ഹോട്ടലുകളും ബുക്ക് ആയി, എല്ലാ വണ്ടികളും, വലിയ സാമ്പത്തിക ഒരു ഉത്കർഷയാണ് ഈ നഗരത്തിനുണ്ടായത്. ഇനിയും കായിക ഇതരമായ ആവശ്യങ്ങൾക്ക് മറ്റ് ദോഷങ്ങളില്ലാത്ത വിധത്തിൽ ശ്രദ്ധാപൂർവ്വം കൊടുത്താൽ ഈ സ്റ്റേഡിയം ഈ നഗരത്തിന്റെ ഒരുപാട് ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈ ഒറ്റ സംഭവം കൊണ്ട് അതെല്ലാം ഇല്ലാതാകുന്ന വിധത്തിൽ പോകേണ്ടതുമില്ല. ഒന്നും അറിഞ്ഞില്ല എന്ന് മേയർ പറഞ്ഞിട്ട് പിന്നെ തന്നെ സസ്പെൻഡ് ചെയ്ത ഒരാൾ. എന്നാൽ നൃത്തപരിപാടിക്ക് അനുമതി നൽകിയ യോഗത്തിൽ താൻ പങ്കെടുത്തില്ല എന്നും മേയർ M. അനിൽകുമാർ. സംഘാടനത്തിൽ പിഴവുണ്ടെന്നും മേയർ ആവർത്തിച്ചു. ഗവൺമെന്റ് അന്വേഷണത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് വരാതെ അതിൽ പോലീസ് ഇൻവോൾവ് ആണല്ലോ. അതിനുശേഷമല്ലേ സമാന്തരമായി മറ്റൊരു ഏജൻസിക്ക് വിജിലൻസിന്റെ അന്വേഷണത്തിന് സാങ്കത്യമുള്ളൂ. അപ്പോൾ അത് ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ നിയമപരമായി ഓരോ അന്വേഷണങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലോ. ഏതായാലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുക തന്നെ ചെയ്യും. കായികേതര ആവശ്യത്തിന് സ്റ്റേഡിയം വിട്ടു നൽകുന്നത് വഴിവിട്ട നീക്കത്തിലൂടെയാണെന്ന് ആരോപിച്ച് കൊച്ചി സ്വദേശി ആഗസ്റ്റിൻ വിജിലൻസിന് പരാതി നൽകി. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാർ. RSS BJP പ്രവർത്തകരായ 9 പേരാണ് കേസിലെ പ്രതികൾ. RSS പ്രവർത്തകരായ VV സുധാകരൻ, KT ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽ, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, PP രാജേഷ്, TV ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ശിക്ഷ ചൊവ്വാഴ്ച വിധിക്കും. 2005 ഒക്ടോബർ 3 കൊലപാതകം. സുഹൃത്തുക്കളോടൊപ്പം നടന്നു വരുന്ന വഴി ചുണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് വെച്ച് മാരകായുധങ്ങളുമായി റിജിത്തിനെ ആക്രമിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നികേഷ്, വികാസ്, വിമൽ എന്നിവർക്കും അന്ന് വെട്ടേറ്റിരുന്നു. സനാതനധർമ്മം, ഷർട്ട് ഊരൽ തുടങ്ങിയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
സനാതന ധർമ്മം എന്നാൽ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് തെറ്റാണ്. സമുദായ ആചാരങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അതത് സമുദായങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ് നല്ലത്. അതിൽ മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞതിൽ തെറ്റില്ല. സനാതനധർമ്മം ഇന്നത്തെ കാലത്ത് അശ്ലീലമാണെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന അജ്ഞത കൊണ്ടാണെന്നും സതീശൻ ആരോപിച്ചു. സനാതനധർമ്മം അശ്ലീലമാണെന്നുള്ള MV ഗോവിന്ദന്റെ പ്രസ്താവന അജ്ഞതയും ഈ സനാതനധർമ്മം എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംഘപരിവാറിൻ്റെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കവുമാണ്. ഇത് നമ്മുടെ കൾച്ചറൽ ലെഗസിയാണ്, നമ്മുടെ പാരമ്പര്യമാണ്. പിന്നീട് വന്നിരിക്കുന്ന ചാതുർവർണ്ണയവും വർണ്ണവ്യവസ്ഥയോടും മനുസ്മൃതിയോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. എല്ലാ മതങ്ങളിലും ആദ്യം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് വന്ന പൗരോഹിത്യവും രാജഭരണങ്ങളെല്ലാം അത് ദുർവ്യാഖ്യാനം ചെയ്തു പല രീതിയിൽ തെറ്റായ പല കാര്യങ്ങളും ഭാഗമായി വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് അതാണ് സനാതനധർമ്മം എന്ന് പറയാം. സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് അതല്ല. അവസാനം സംഘപരിവാറിൻ്റെ അവരുടെ ഒരു ആശയത്തോട് കൊണ്ടുപോയി കൂട്ടിച്ചേർത്ത് അത് അവരുടേതാക്കി മാറ്റി വയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും CPM ചെയ്യുന്നത്. ആ സമുദായത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ സമുദായത്തിൽ ചർച്ചയാവാം. കാലാനുസൃതമായ മാറ്റങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏതുവരെ മാറ്റാൻ പറ്റും, ഏതുവരെ മാറ്റാൻ പറ്റില്ല എന്ന് അതാത് സമുദായങ്ങളിൽ ചർച്ച നടന്നോട്ടെ. കാവി ഉടുക്കുന്നവനും ചന്ദനം തൊടുന്നവനും അമ്പലത്തിൽ പോകുന്നവനും ഒക്കെ RSS ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട്, അതിൽ മാറ്റം വരുത്തണമോ എന്നത് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇതൊക്കെ ഓരോ സ്ഥലത്തെ ഇതാണ്. ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട്, അത് നിശ്ചയിക്കുന്ന ക്ഷേത്രത്തിന്റെ തന്ത്രിമാരാണ്. അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം. ഇപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ ചുരിദാറിട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു. ഇത് ഹിന്ദു ആചാരമാണ്. അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരം അനുസരിച്ച് അവർക്ക് ഷർട്ട് ഇട്ട് കയറണമെന്നോ മുണ്ടുടുത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടുടുത്ത് മാത്രമേ കയറാൻ സമ്മതിക്കൂ. അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ്. അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ച് പോകാൻ പറ്റുന്നവർ പോയാൽ മതി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇടതുപക്ഷം ഭൂരിപക്ഷ വർഗീയ കാർഡ് ഇറക്കി കളിക്കുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പൊന്നാനിയിൽ മുസ്ലിം ലീഗിനെതിരെ എല്ലാവരെയും അണിനിരത്തി പ്രചാരണം നടത്തിയത് ഇടതുപക്ഷമാണ്. വർഗീയതയെപ്പറ്റി പൊന്നാനിയുടെ മണ്ണിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി സംസാരിച്ചത് നന്നായെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. താന്നൂരില് മുഖ്യമന്ത്രിയുടെ വാക്ക് അറം പറ്റിയ പോലെയാണ്. കാരണം 2 ദിവസം മുമ്പ് താന്നൂർ MLA പറഞ്ഞിരുന്നു, ലീഗിനെതിരായി ഞങ്ങള് എല്ലാവരുമായിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട്. അത് SDPIയുടെ ഭാരവാഹികൾ കഴിഞ്ഞത് മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് അതിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം അവിടെ താന്നൂർ MLA അങ്ങനെ സമ്മതിച്ചത്. താന്നൂരിലൊക്കെ എല്ലാവരുമായിട്ടും കൂടി ആ വോട്ടൊക്കെ വാങ്ങി ജയിച്ച് അതേ മണ്ണിൽ വന്ന് അതിനൊക്കെ എതിർത്ത് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഗിനെ പറ്റി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം നല്ലപോലെ മനസ്സിലാവും. പറയുന്നത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, കാര്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വന്നാൽ ലീഗിനെതിരെ എല്ലാവരെയും ഒരു വേദിയിൽ അണിനിരത്തുന്ന പാർട്ടിയാണ് CPM. അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് LDF. PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച് ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. അൻവറിന്റെ നിലപാടുകളോട് യോജിപ്പുണ്ട്. വനം വകുപ്പിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ PV അൻവർ ആവശ്യപ്പെട്ടു. സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ താൻ തീരുമാനമെടുത്തിട്ടില്ലെന്നും S രാജേന്ദ്രൻ പറഞ്ഞു. അൻവരെ യാത്രക്കിടയിൽ കണ്ടു, അല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ട് കണ്ടതല്ലോ. ഒരു യാദൃശ്ചികമായി കണ്ടുമുട്ടലാണ്. ആശയവിനിമയങ്ങൾ നടത്തി, സംസാരിച്ചു. അതൊരു സൗഹൃദമായി. നേരത്തെ പുള്ളി ഞാനെല്ലാം ഒരുമിച്ചിരുന്ന സമയമുള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ പുള്ളി ഒരു എല്ലാവരും ഓടിച്ചെന്ന് തിരക്കുന്നതുകൊണ്ട് നമ്മളും കണ്ടപ്പോൾ കണ്ടില്ല എന്ന് പോകാൻ ഒക്കത്തില്ല. അങ്ങനെ കണ്ടു, സംസാരിച്ചു. ജില്ലാ സംസ്ഥാന തലത്തിൽ ഒരു ജാഥ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജാഥയിൽ സഹകരിക്കണം എന്ന് പറഞ്ഞു. സമരം വനവകുപ്പിനെതിരെയാണ്. നല്ല സമരമാണ്, ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്, നടക്കട്ടെ. അപ്പോൾ എത്തിച്ചേരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ആലോചിക്കാം എന്ന് പറഞ്ഞു.
അപ്പോൾ എത്തിച്ചേരും അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുക്കാനുള്ളൊരു അതിന് സമയമുണ്ടല്ലോ. ഡിമാൻഡ് എന്തൊക്കെയാണ് പുള്ളി വെക്കണേ? ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വേദിയിൽ ഇപ്പം ഒരു എതിരെ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ സർക്കാരിന് വനവകുപ്പ് എന്ന് പറയുമ്പോൾ സർക്കാരിനെതിരെ സ്വാഭാവികമായിട്ടുള്ള വിമർശനമാണ്. പിന്നെ പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ മാറി നിൽക്കാനുള്ള ആ നിലയിൽ ആലോചിച്ചിട്ടേ പോകുന്നു. ഇതിനിടെ PV അൻവറിന്റെ UDF പ്രവേശന സാധ്യത തള്ളാതെ PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി. ആർക്ക് മുന്നിലും വാതിൽ അടച്ചിടുന്നില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അല്ല, അതൊക്കെ ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDF ഒക്കെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. കാത്തിരുന്ന് കാണേണ്ട രാഷ്ട്രീയം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അതിനൊക്കെ പിന്നെ പല സാധ്യതകളും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കാലാവധിയായി, ഇനി ഈ പരീക്ഷണം ഒന്ന് അവസാനിപ്പിക്കാറായി എന്ന പൊതുവികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പല സംഭവവികാസങ്ങളും ഉണ്ടാവും. വയനാട് പുനരധിവാസത്തിൽ അഴിമതി ആരോപണവുമായി PV അൻവർ നിർമ്മാണം നടത്തുന്ന ഊരാളുങ്കൽ കമ്പനിയിലൂടെ CPM നേതാക്കൾ തന്നെ പണം അടിച്ചെടുക്കുന്നു എന്നാണ് ആരോപണം. മുഹമ്മദ് റിയാസ് എസ്റ്റേറ്റ് ഉടമകളുമായി ചർച്ച നടത്തി. മുതിർന്ന മന്ത്രിമാരുണ്ടായിട്ടും റിയാസിനെ തന്നെ വയനാട്ടിൽ നിയോഗിച്ചത് ദുരൂഹമാണെന്നും അൻവർ ആരോപിച്ചു. ഇത് പൊതുസമൂഹം ഒരുമിച്ച് നൽകിയ പണമാണ് ഈ പറയുന്ന 567 കോടി എന്ന് പറയുന്നത്. അതിന് പുറമെയാണ് 100 കണക്കിന് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പല സംഘടനകളും വ്യക്തികളും ഒക്കെ തയ്യാറായി വന്നത്. പ്രത്യേകമായ 2 എസ്റ്റേറ്റുകൾ അത് കണ്ടെത്തുകയാണ്. ഈ എസ്റ്റേറ്റ് ഉടമകളുമായി മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ് സംസാരിക്കുകയാണ്. അവരുമായി ഒരു ധാരണയിലെത്തുന്നു. അമിതമായ വിലക്ക് ഭൂമി വാങ്ങണം. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൊണ്ട് പഠനം നടത്തും. ഈ ഭൂമി മാത്രമേ ഇതിന് പറ്റൂ എന്ന് റിപ്പോർട്ടുണ്ടാക്കുന്നു. ആ എസ്റ്റേറ്റ് പിടിച്ചെടുക്കാൻ എന്താ പറയുക നോട്ടീസ് കൊടുക്കും. ആ എസ്റ്റേറ്റുകാരോടുണ്ടാക്കുന്ന ധാരണ നിങ്ങൾ കോടതിയിൽ പോകണം. അവർ കോടതിയിൽ പോയി ഗവൺമെൻറ്റിൻ്റെയും നിലപാടിനെ സ്റ്റേ വാങ്ങിക്കുന്നു. കോടതി പറയുന്നു ഇത്തരത്തിലൊരു ആവശ്യത്തിനായിട്ട് ആ ഭൂമി നിങ്ങൾ കൊടുക്കണം. പക്ഷേ ഗവൺമെൻറ്റിനോട് കോടതി എന്താ പറയുന്നത്? അതിന് മാന്യമായ വില നിങ്ങൾ അതിന് നിശ്ചയിച്ചു കൊടുക്കണം. ആ മാന്യമായ വില നിശ്ചയിക്കാൻ പോകുന്നത് എസ്റ്റേറ്റ് ഉടമകളാണ്. ഇനി അവർ പറയുന്ന വിലക്ക് ആ ഭൂമിയാണ്. ഇതാണ് ഇതിൽ 1-ാം നമ്പർ ഗൂഢാലോചനയും ഇതിൽ അഴിമതിയും. മറ്റൊരു വാർത്തയിലേക്ക്. ഉത്തരേന്ത്യയിൽ അതിശൈത്യം. ഡൽഹിയിലും അയൽ സംസ്ഥാനങ്ങളിലും കനത്ത മൂടൽമഞ്ഞ് തുടരുകയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ന് രാവിലെ ഡൽഹിയിലെ രേഖപ്പെടുത്തിയ താപനില. ജനുവരി 8 വരെ ഈ സാഹചര്യം തുടരും. ശക്തമായ മഞ്ഞുവീഴ്ചയെ തുടർന്ന് ട്രെയിൻ വ്യോമ ഗതാഗതം താറുമാറായി. 100 വിമാനങ്ങൾ വൈകി. 19 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങളിലും കനത്ത മൂടൽമഞ്ഞാണ്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ കർഷകരുടെ മഹാപഞ്ചായത്ത് നടക്കുകയാണിപ്പോൾ. ഖനൌരി അതിർത്തിയിലാണ് കിസാൻ മഹാപഞ്ചായത്ത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കർഷകരാണ് പഞ്ചായത്തിൽ പങ്കെടുക്കുന്നത്. ദില്ലി ചലോ മാർച്ച് പുനരാരംഭിക്കുന്നത് ഉൾപ്പെടെ നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കർഷക നേതാവ് ജഗജിത് സിംഗ് ധലേവാളിന്റെ നിരാഹാര സമരം ഇതിനിടെ 40ാം ദിവസത്തിലേക്ക് കടന്നു. കേന്ദ്രം ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിനാൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങണം എന്നതാണ് കർഷകരുടെ അഭിപ്രായം. കായിക വാർത്തകൾ നോക്കാം. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ഇന്നിംഗ്സിലും ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ 6-ന് 141 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. 8 റൺസുമായി രവീന്ദ്ര ജഡേജയും 6 റൺസുമായി വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. ഒരു ഘട്ടത്തിൽ 4-ന് 78 എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ ഋഷഭ് പന്ത് അതിവേഗ അർദ്ധ സെഞ്ചുറിയോടെ കൂട്ടത്തകർച്ചയിൽ നിന്ന് കരകയറ്റുകയായിരുന്നു. 33 പന്തിൽ 61 റൺസാണ് പന്ത് നേടിയത്. ഇന്ത്യയ്ക്കിപ്പോൾ 145 റൺസിന്റെ ലീഡാണുള്ളത്. നേരത്തെ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 185-നെതിരെ ഓസീസ് 181-ന് പുറത്തായി. 57 റൺസ് നേടിയ ബ്യൂ വെബ്സ്റ്ററാണ് ടോപ്പ് സ്കോറർ. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ് എന്നിവരാണ് ഇന്ത്യയെ തകർത്തത്. ഇതിനിടെ വിരമിക്കൽ അഭ്യൂഹങ്ങൾ തള്ളി രോഹിത് ശർമ്മ. വിരമിക്കൽ തീരുമാനിക്കുന്നത് മാധ്യമപ്രവർത്തകരല്ലെന്നായിരുന്നു രോഹിത്തിന്റെ പ്രതികരണം. ഫോമിൽ അല്ലാത്തതിനാലാണ് താൻ പിന്മാറിയതെന്നും രോഹിത് ശർമ്മ പറഞ്ഞു. നേരത്തെ സിഡ്നി ടെസ്റ്റിൽ രോഹിത് ശർമ്മയെ കളിപ്പിക്കാത്തതിനെ വിമർശിച്ച് നവജോത് സിംഗ് സിദ്ധു രംഗത്ത് വന്നിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special.
സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 7,180 രൂപ, പവന് 57,440 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5,960 രൂപ, പവന് 47,680 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോയ്ക്ക് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളം കാണാം.